ആർപ്പോ തകതേ തകതേ തകതകദോം തകുതേ ദിത്തകതേ തകതികുതേ സർവലോകതെറികൾക്കും ഇലത്താശാനായിരിക്കും ഇടുക്കിയുടെ മണിത്തൂവൽ നാവടക്കേണം ഹാ തകുതേ തകുതേ തകതകദോം തകുതേ ദിത്തകതേ തകതികുതേ കാരണഭൂതം കനിഞ്ഞ കോട്ട കെട്ടിട്ടനന്തരം ജീവിച്ചു കെണിയാശനായി തെറിയും കൂടെ ഹാ തകുതേ തകുതേ തകതകദോം തകതേ ദിത്തകതാ തകതകുതേ. സഭയിൽ വീണ്ടും വിവാദ പരാമർശവുമായി MM മണി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മണിപ്രവാളത്തിന്റെ ദുർഗന്ധം വീണ്ടും വ്യാപിക്കുകയാണ്. കെണിയാശാൻ പുറന്തള്ളുന്ന തെറിക്കാഷ്ടത്തിന്റെ ജൈവ ഗുണമാണ് പ്രസ്ഥാനത്തിന്റെ അചഞ്ചലമായ തൊലിക്കട്ടിയില്ലായ്മയുടെ രഹസ്യമെന്ന അങ്ങാടിപ്പാട്ട്. വിസർജിച്ചാലും നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ വെച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ഇവിടെ വിടുപണി ചെയ്യുകയാണെന്നാണ് എന്റെ വിലയിരുത്തലതാണ്. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. വിലയില്ലാതിരിക്കുന്നവർ വിലയിരുത്തൽ നടത്തിയാൽ വിലയുള്ള വായുവും വിലരഹിതമാവും. പിൻവാതിലിലൂടെ തോർത്തു പുതച്ച കസേരയിൽ ഇങ്ങനെ വെക്കും പോലെയാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഗവർണറെ കൊണ്ടുവെക്കുന്നത് എന്ന വിലപിടിച്ച വിലയിരുത്തലിന് ശുക്രിയ. വിടുപണി ചെയ്തു കൊടുത്ത് വിടാതെ പണി പിറകെ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാം ആശാനെ. എന്തിന്, ഈ മണിയടി പോലും ഒരു വിടുപണിയാണല്ലോ. ഗവർണറെ നിയോഗിക്കുന്നത് നമ്മളല്ലല്ലോ, അത് നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ഈ സൈസ് മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പണി ചെയ്യേണ്ട ഗതികേടിൽ കഴിയുന്നതിൻ്റെ ആത്മരോഷം മനസ്സിലാകുന്നുണ്ട്. തൽക്കാലം ആശാന്റെ ഈ ഭാഷാ സംസ്കാരം ഗവർണറുടെ മുന്നിലൊന്നും ചെന്ന് പുറന്തള്ളാൻ നിൽക്കണ്ട. CRPF കൂടെയുണ്ട്. അവരെ മാമാപ്പണി ചെയ്യാനല്ല മെനക്കിടുന്നത്. ഇതെന്ത് ഏർപ്പാടായത്? സർക്കസാണോ അതോ റെക്കോർഡ് ഡാൻസ്? പ്രകടനക്കാർ ഏതെങ്കിലും തരത്തിൽ വാഹന വ്യൂഹത്തിന് തടസ്സപ്പെടുത്തിയിട്ടില്ല. വാഹന വ്യൂഹം പോലീസ് അകമ്പടിയും അതുപോലെ CRPF സുരക്ഷയിലുമാണ് കടന്നുപോയിട്ടുള്ളത്. ഇങ്ങനെ ഇരുട്ടത്ത് 1.5 കിലോമീറ്റർ മാറി നിന്ന് മാതൃകാപരമായി നിലവിളിക്ക്. ചോരച്ചാല് നീന്തിക്കയറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും 16 ലക്ഷത്തിൽ ഒരു 15,99,955 പേരുടെ ഒരു ചെറിയ കുറവ്. പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിൽക്കണ. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? പറഞ്ഞ പോലെ സാറന്മാരവിടെ പ്രതിരോധിച്ച് തകർക്കുന്നുണ്ടല്ലോ. വന്ന സ്ഥിതിക്ക് ഏതായാലും ഒന്ന് കേറിയച്ചും പോവാം. കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? ആര് പറഞ്ഞു? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോ വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. 35 ലക്ഷത്തിന്റെ കിയ കാർണിവല് സോഫിസ്റ്റിക്കേറ്റഡോ? 7 ലക്ഷത്തിന്റെ കർട്ടനും നീന്തൽ കുളത്തി മുക്കിയ 32 ലക്ഷവും 1ാം നില കയറാൻ ലിഫ്റ്റിന് ചെലവാക്കി 25 ലക്ഷവും പിന്നെ പശുത്തൊഴുത്തിന്റെ പേരിൽ രസീത് എഴുതിയ 43 ലക്ഷവും പിന്നെ പെയിന്റിങ്, വാട്ടർ ടാങ്ക്, മതില് പൊക്കല്, ടൂറ്, ഹെലികോപ്റ്റർ ഈ വകയ്ക്കൊഴുക്കിയ ലക്ഷങ്ങളൊന്നും സോഫിസ്റ്റിക്കേറ്റഡേ അല്ല. നിങ്ങളുടെ വീട്ടിൽ അലമാരയെന്ന് നിങ്ങളെടുത്ത് ചെലവാക്കുന്ന കാശിന്റെ സങ്കീർണത ചോദിക്കാൻ ആർക്കാ ധൈര്യം? പക്ഷെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങിച്ച് മാസത്തിൽ 4 തവണ ലക്ഷങ്ങളെടുത്ത് കാറ്റിപ്പറത്തിയാൽ വിസ്താരവും വിധിയെഴുത്തും ഒക്കെ ഉണ്ടാകുമല്ലോ ബാലണ്ണ. പിന്നെ പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന് ഒരു കിയ കാർണിവലൊക്കെ ആകാം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വിപ്ലവത്തിന്റെ പേരിലുള്ള വെളുപ്പിക്കല് വല്ലാതെ വെറുപ്പിക്കുന്നു കേട്ടോ. രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിന്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ
മോഡൽ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. കടകാര്യമന്ത്രിയുടെ യോഗ്യതയെ പറ്റി ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറിക്കിട്ടി. പാർട്ടി ഫണ്ട് ചെലവാക്കി AC കോൺഫറൻസ് ഹാളും മാനത്തോട്ട് ലിഫ്റ്റും ഒക്കെ വെക്കും പോലെ അല്ലല്ലോ നമ്മൾ നാട്ടുകാരെ ഞെക്കിപ്പിഴിഞ്ഞ കാശല്ലേ പൊടിച്ചത്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചെവി കേട്ടുകൂടായിരിക്കും എന്ന ആത്മവിശ്വാസത്തിലായിരിക്കും അല്ലേ താരതമ്യം ചെയ്തത്. അതോ നാട്ടുകാർ പറയും പോലെ ശരിക്കും